ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇസൂനെ സ്കൂൾക്ക് പറഞ്ഞേക്കണ ചെറിയൊരു തിരക്കും കാര്യങ്ങളാട്ടോ ഈ കാണുന്നത് നിങ്ങൾ. പിന്നെ ഇസൂനുള്ള ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്നാക്സും വെള്ളവും ഒക്കെ. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാട്ടോ, അതുകൊണ്ട് തന്നെ മദ്രസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം ഓന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പൊ ഞാനിനി പിന്നെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ഇനി പകുതി വെച്ചിട്ട് ഞങ്ങള് ഇസോനെ കൊണ്ടാക്കാൻ പോകേണ്ടി വരും. അപ്പൊ ഹെസമോൾക്ക് വന്നിട്ട് ഭക്ഷണം കൊടുക്കാതിരുത്തിയിട്ടാണ്. അങ്ങനെ വേഗം പോയിട്ട് പിന്നെ ഇസുനോട് പറഞ്ഞു, ഞാൻ പെട്ടെന്നൊന്ന് അടിച്ചു വരട്ടെ, നമുക്ക് പോവാനായിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, പിന്നെ അടിച്ചൊന്നും ഇപ്പോൾ വരട്ടെ, ഞാൻ പോയിട്ട് ചെയ്താൽ മതി പറഞ്ഞു. ശരിയാണ്. അപ്പം ഞാൻ വേഗം അതൊന്നും കേട്ടില്ല, ഞാൻ വേഗം സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരിട്ടോ. പിന്നെ ബാക്കിയുള്ള വന്നിട്ട് എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട്. ഹെസമോള് നീച്ച പാടാട്ടോ. കാരണം ഓളിപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. അപ്പോൾ ഇസുനെ കൊണ്ടാക്കാൻ വേണ്ടി പോകാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം ഒറ്റക്ക്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ തന്നെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു വരി. പിന്നെ ഞാൻ അടിച്ചു വരാൻ നിന്നില്ല കേട്ടോ, കാരണം പിന്നെ നിസൂനെ കൊണ്ടാക്കി വന്നിട്ടുള്ളു ബാക്കി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും പാടെ റോട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കിറ്റും ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ പോകണ്ടേ. ഇസു ആണെന്നുണ്ടെങ്കിൽ നല്ല കളിയിലാട്ടോ, യൂണിഫോം ഇട്ടിട്ട്. ഇതിൻ്റെ ഇടയിൽ അവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ, കാരണം അവന് സൈക്കിൾ മേന്നു. ഞാൻ അടിച്ചു വരുന്ന സമയത്തോ സൈക്കിൾ മേന്നു. അപ്പം ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞ് കൊടുന്നു. ഞങ്ങളങ്ങനെ റോട്ടിലെത്തി. പിന്നെ അങ്ങനെ ഓട്ടോ വന്ന് ഒരാക്കി തിരിച്ച് ഞങ്ങൾ പോന്നു കേട്ടോ. ഹെസമോള് ഞാൻ വരാനൊന്നും നിൽക്കാതെ തന്നെ ഓള് ഓടിട്ടോ, കാരണം വീട്ടിലേക്ക് ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ എടുത്തൊരു വീഡിയോ ഇട്ടത്, കാരണം പ്രകൃതി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വീട്ടിലേക്ക് എത്തി സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ പോയി ഹെസമോൾക്ക് ഹാളിൽ വെച്ച് ഭക്ഷണം കൊടുത്തു. ഞാൻ അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മ കുറേ പിന്നെ ഭക്ഷണത്തിൻ്റെ ഇതുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. കാരണം ഇനി ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കുറേ ടൈം നമ്മളിതുമ്മ മെനക്കെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന പാടെ ഞാൻ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. ഹെസമോൾക്ക് ഞാൻ ചായ അപ്പോൾ കോൾക്ക് കൊടുത്തോളെ ഹാളിൽ ഇരുത്തിയേക്കാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുമ്മ മെനക്കെട്ട് ക്ലീൻ ആക്കാം കേട്ടോ. ഹെസമോൾക്ക് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഓളുടെ കൂടെ ഞാൻ വായിക്ക് കൊടുത്ത് ഇരിക്കേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ ഏകദേശം കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഓളെ സ്കൂൾക്ക് ആക്കാനാകും. ഇപ്പം ഏകദേശം 3 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇസുവിനെ തന്നെ ഞാൻ പിന്നെ വാരിക്കൊടുത്ത് എനിക്ക് എങ്ങനെയാണ് പിന്നെ തിന്നാനെന്നുള്ളതും കൂടി അറിയാത്ത വിധത്തിലായിരുന്നു കേട്ടോ. കാരണം ഓനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പം എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ഓന് സ്കൂളിലൊക്കെ പോവാന്നായ സമയത്ത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെസമോൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഇപ്പൊ ഇടക്ക് വെച്ചിട്ട് ഞാൻ ഓളെ കയ്യിൽ തന്നെ കൊടുക്കലാണ്. കാരണം ഇനി ഓള് ഒന്ന് കഴിച്ച് പഠിച്ചോട്ടെ വെച്ചിട്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ചീത്തയും കാര്യങ്ങളൊക്കെ കുറച്ച് പറയൂർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓള് പിന്നെ ആ അപ്പം എല്ലാതും ഫിനിഷ് ആക്കിയിട്ട് തന്നെയാണ് അവിടുന്ന് നീക്കല്. സമയം എടുക്കുന്നുണ്ടെങ്കിലും പിന്നെ ഓളെന്നെ ഒറ്റക്ക് ഇപ്പം ശീലിക്കണുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ചോറും കാര്യങ്ങളൊക്കെ വെച്ചിക്കണു. പിന്നെ അതേപോലെ ഈസൂനുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ പിന്നെ ചെറുതായിട്ട് കോഴിമുട ഉണ്ടായിരുന്നു, അതൊക്കെ ഒപ്പിച്ച് പറഞ്ഞയച്ചു. ഇനി ഉച്ചക്കത്തിന് മീനും കാര്യങ്ങളും ഉണ്ട്, സ്രാവ് മീൻ. അപ്പം അത് പൊരിച്ചണം. ആ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലായിട്ട്. പിന്നെ ഹെസമോള് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ, കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസും കാര്യങ്ങളും ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തി ആട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നല്ല സൂക്ഷിക്കും ഞാനത്. കാരണം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കിടക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും തന്നെ ഓളൊന്ന് കഴുകി വെക്കാൻ. പിന്നെ അങ്ങനെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഓള അപ്പം തിന്നല് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓള് ഞാൻ ഇടക്ക് വെച്ചിട്ട് ഓളോട് പറയുന്നുണ്ട് വേഗം തിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഓളാണെന്നുണ്ടെങ്കിൽ പിന്നെ പതുക്കെ തന്നെ ഓള് തിന്നണത്. എന്നാലും നല്ലൊരു കുട്ടിയാട്ടോ. എന്നോട് വന്നിട്ട് മുഴുവൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് ഓള് പറഞ്ഞിരുന്നു കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് വേറെ എവിടെയായിരുന്നു, പിന്നെ വീടിൻ്റെ പുറത്തായിരുന്നു.
ഹെസമോളെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ സമയത്ത് ഞാൻ മുറ്റത്തായിരുന്നു കേട്ടോ വീടിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ എന്നോട് വന്നിട്ട് പറയുന്നുണ്ട് മമ്മ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓളെ ആ ഒരു സന്തോഷം, പിന്നെ അതേപോലെ ഞാൻ ഓളെ ഗുഡ് ഗേൾ എന്ന് പറയുന്ന ഒരു സന്തോഷം ഓൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ എന്നോട് വന്ന്, കാരണം അത് നമുക്കൊരു സന്തോഷമാണ്, ഓൾക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓളങ്ങനെ എന്താണ് ഗുഡാണ് എന്നുള്ളത് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ അതിനെ വിളിച്ച് വരുത്തി കാണിച്ചു തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അടിച്ചു വാരി മുഴുവനാക്കണതോ കൂടുതലൊന്നും തുടക്കണതോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ വേഗം പോയിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ പൊരിക്കാണ്ടായിരുന്നു. പോയപ്പോൾ ഞാൻ മസാല തിരുമ്പി വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. പിന്നെ അത് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ മീൻ പൊരിച്ചു കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ കുളിക്കണീൻ്റെ മുന്നേ പിന്നെ മീനിൽ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ കുളി കഴിഞ്ഞിട്ടും മീൻ പൊരിക്കണതോ അതൊന്നും കൂടുതലായിട്ട് എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല. അതിപ്പോൾ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് നമ്മൾ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലികൾ എടുത്തു വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പിന്നെ വേഗം കുറച്ച് ജോലികൾ തീർത്ത് പെട്ടെന്ന് പോയിട്ട് കുളിച്ചാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ജോലികൾ വന്നിട്ടും നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.